നമസ്കാരം, ഇത് ദ ഇന്ത്യ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും അന്തർവാഹിനികളുടെ രഹസ്യ നീക്കങ്ങൾക്ക് തടയിടാൻ അത്യാധുനിക നിരീക്ഷണ സംവിധാനം ഒരുക്കുകയാണ് ഇന്ത്യ. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ 24 മണിക്കൂറും കാവലൊരുക്കുന്ന സ്ഥിരമായ സെൻസർ ശൃംഖല സ്ഥാപിക്കാനുള്ള വലിയ പദ്ധതിക്ക് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തുടക്കമിട്ടു. അണ്ടർ വാട്ടർ ഫൈബർ ഒപ്റ്റിക് സെൻസിംഗ് സിസ്റ്റം അഥവാ യുഫോസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സുപ്രധാന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അനുയോജ്യരായ വ്യവസായ പങ്കാളിയെ തേടുകയാണ് DRDO ഇപ്പോൾ. DRDOയുടെ കൊച്ചി ആസ്ഥാനമായുള്ള പ്രമുഖ ലാബായ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പദ്ധതിയുടെ നിർമ്മാണം, വിന്യാസം, കമ്മീഷനിംഗ് എന്നിവയ്ക്കായി പങ്കാളികളെ കണ്ടെത്താനുള്ള താൽപര്യപത്രം ലാബ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. താൽപര്യപത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ NPOL പ്രപ്പോസലുകൾ ക്ഷണിക്കുകയും ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തുന്ന യോഗ്യരായ കമ്പനിക്ക് കരാർ നൽകുകയും ചെയ്യും. കടലിനടിത്തട്ടിൽ സ്ഥാപിക്കുന്ന അത്യാധുനിക സെൻസർ നോഡുകളാണ് ഈ സംവിധാനത്തിന്റെ ജീവൻ. കടലിനടിയിലെ പ്രത്യേക ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വഴി തീരദേശ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സീബെഡ് സെൻസർ നോഡുകൾ അടങ്ങുന്നതാണ് ഈ സുരക്ഷാ ശൃംഖല. കടലിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതും ഈ തീരദേശ സ്റ്റേഷനുകളിലായിരിക്കും. കടലിനടിയിലൂടെ കടന്നുപോകുന്ന ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികളുടെ നേരിയ ചലനങ്ങൾ പോലും ഈ സെൻസറുകൾ ഒപ്പിയെടുക്കുകയും നിമിഷങ്ങൾക്കകം തീരദേശ സ്റ്റേഷനിലേക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇതിലൂടെ സാധിക്കും. കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഒരു പ്രദേശത്ത് കൃത്യമായ ഇടവേളകളിൽ മാത്രമേ നിരീക്ഷണം നടത്താനാകൂ എന്ന പരിമിതി ഇതുവരെ ഉണ്ടായിരുന്നു. എന്നാൽ യുഫോസ് വരുന്നതോടെ കടലിനടിയിൽ ഇന്ത്യയുടെ നിരീക്ഷണ കണ്ണുകൾ ഇനി ഒരിക്കലും അടയില്ല. 24 മണിക്കൂറും തുടർച്ചയായി നിശബ്ദമായി നിരീക്ഷണം നടത്താൻ ഈ സംവിധാനം വഴി സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് ആണവ അന്തർവാഹിനികളുടെയും ഗവേഷണ കപ്പലുകളുടെയും കടന്നുകയറ്റം വർദ്ധിച്ചിട്ടുണ്ട്. ഭാവിയിലെ അന്തർവാഹിനി നീക്കങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് ചൈനയുടെ ഗവേഷണ കപ്പലുകൾ ഈ മേഖലയിൽ മാപ്പ് ചെയ്യുന്നത്. പാകിസ്ഥാൻ പുതുതായി പുറത്തിറക്കിയ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയുള്ള ചൈനീസ് നിർമ്മിത ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനികൾ ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ കഴിയാൻ ശേഷിയുള്ളവയാണ്. ഇത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇന്ത്യയുടെ സ്വന്തം അന്തർവാഹിനി നവീകരണ പദ്ധതികൾക്കും ആണവ അന്തർവാഹിനി നിർമ്മാണത്തിനും വർഷങ്ങളുടെ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ കടലിനടിയിലെ ഈ നിരീക്ഷണ സംവിധാനം നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് അന്തർവാഹിനികളുടെ സാന്നിധ്യം സമീപകാലത്തായി ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയുടെ അത്യാധുനിക ആണവ പരമ്പരാഗത അന്തർവാഹിനികൾ കൃത്യമായ ഇടവേളകളിൽ ഈ മേഖലകളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ചൈനീസ് സർവേ ഗവേഷണ കപ്പലുകൾ ഈ മേഖലയിൽ കൃത്യമായി മാപ്പ് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ അന്തർവാഹിനികൾ എളുപ്പത്തിൽ കടത്തിവിടാനുള്ള ചൈനയുടെ ഗൂഢബുദ്ധിയാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മറുവശത്ത് പാകിസ്ഥാൻ നാവികശേഷി അതിവേഗം വർദ്ധിപ്പിക്കുകയാണ്. AEP സാങ്കേതികവിദ്യയുള്ള ചൈനീസ് നിർമ്മിതമായ 8 ഹാങ്കോർ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ പാകിസ്ഥാൻ തങ്ങളുടെ നാവികസേനയുടെ ഭാഗമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് ഇതിനകം തന്നെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയുടെ അന്തർവാഹിനി നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലും കൂടിയാണ്. റഷ്യൻ അനുകൂല ക്ലാസ് ചക്ര 3 ലീസ് കാലാവധി 3 വർഷത്തിലേറെ വൈകിയതിനാൽ നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ പക്കൽ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അറ്റാക്ക് സബ്മറൈൻ ഇല്ല. 2 തദ്ദേശീയ SSN നിർമ്മിക്കുന്നതിന് 2024 ഒക്ടോബറിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി 40,000 കോടി രൂപ അനുവദിച്ചെങ്കിലും ആദ്യത്തേത് സജ്ജമാകാൻ സമയമെടുക്കും. പ്രൊജക്ട് 75I പദ്ധതിക്ക് അന്തിമ അനുമതിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ P8I മാരിടൈം പെട്രോൾ വിമാനങ്ങൾ, MH-60R ഹെലികോപ്റ്ററുകൾ എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും നിരീക്ഷണത്തിനായി ആശ്രയിക്കുന്നത്. ഈ ശൃംഖലയിലെ വലിയൊരു കുറവാണ് യുഫോസ് നികത്താൻ പോകുക. കടലിനടിയിലെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയ മാതൃകകളുണ്ട്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സോസസ് എന്ന അണ്ടർ വാട്ടർ ഹൈഡ്രോഫോൺ ശൃംഖല അമേരിക്ക വിജയകരമായി ഉപയോഗിച്ചിരുന്നു. ചൈനയെ പൂട്ടാൻ US-ഉം ജപ്പാനും പടിഞ്ഞാറൻ പസഫിക്കിൽ സമാനമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിന് മറുപടിയായി ചൈന ദക്ഷിണ ചൈന കടലിൽ സ്വന്തമായി ഒരു അണ്ടർ വാട്ടർ ഗ്രേറ്റ് വാളും നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇന്ത്യൻ പതിപ്പായിരിക്കും യുഫോസ്. ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തുന്ന എല്ലാ യോഗ്യതകളുമുള്ള കമ്പനിക്കായിരിക്കും നിർമ്മാണ കരാർ ലഭിക്കുക. സബ്സീ കേബിൾ നിർമ്മാണവും വിന്യാസവും മറൈൻ സർവേകൾ എന്നിവയിൽ തെളിയിക്കപ്പെട്ട വൈദഗ്ധ്യം ബിഡർമാർക്ക് ഉണ്ടായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. കേബിൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക കപ്പലുകൾ, റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിളുകൾ എന്നിവ സ്വന്തമായുള്ള കമ്പനികൾക്കായിരിക്കും മുൻഗണന. പദ്ധതിയുടെ വിന്യാസം മുതൽ 1 വർഷത്തെ പ്രവർത്തനങ്ങളും 20 വർഷത്തെ ലൈഫ് സൈക്കിൾ പിന്തുണയും കരാർ ലഭിക്കുന്ന കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. 48 മാസമാണ് പദ്ധതി പൂർത്തീകരണത്തിനായി നിശ്ചയിച്ചിട്ടുള്ള കാലാവധി.